നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡാർട്ട് കോൺസ്റ്റൻസ് ആണ്. സോ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്റ്റ് ആണ്. അതിനർത്ഥം നമുക്ക് ഒരു തവണ ഇതിലോട്ടൊരു വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. മറ്റു വേരിയബിൾസിനെ പോലെ നമുക്ക് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഇതിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ കോൺസ്റ്റൻറ്റ് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. കോൺസ്റ്റ് കീവേഡ് അതുപോലെ ഫൈനൽ കീവേഡ് ഉപയോഗിച്ച് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കും. സോ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. സോ ഫൈനൽ കീവേഡ് ഉപയോഗിച്ച് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ റൺ ടൈമിൽ നമുക്ക് അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാൻ സാധിക്കും. അതിനെയാണ് നമ്മൾ ഇനീഷ്യലൈസ് എന്ന് പറയുന്നത്. ഒരു തവണ നമുക്ക് അതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാൻ സാധിക്കും. കോൺസ്റ്റൻറ്റ് കീവേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കമ്പൈൽ ടൈമിൽ, അതായത് നമ്മൾ റൺ ടൈമിന് മുമ്പായിട്ട് തന്നെ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഫൈനലിലാണെങ്കിൽ ഒരു തവണ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. സോ ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. സോ നമ്മളിവിടെ ഹെഡിങ് കൊടുക്കുന്നു ഡാർട്ട് കോൺസ്റ്റൻസ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് രണ്ട് രീതിയിൽ നമുക്കിത് ഇനീഷ്യലൈസ് ചെയ്യാം, ഡിക്ലെയർ ചെയ്യാം. സോ നമ്മളിവിടെ കോൺസ്റ്റൻറ്റ്, നമ്മളിവിടെ num1 നമ്മൾ 10 എന്ന് കൊടുത്തു. അതുപോലെ കോൺസ്റ്റൻറ്റ് num2 നമ്മൾ 20 എന്ന് കൊടുത്തു. സോ ഇനി നമ്മൾ num1 ചേഞ്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ num1 ഈക്വൽ ടു നമ്മൾ 60 എന്ന് കൊടുത്തു നോക്കാം. സോ നമുക്കിവിടെ ഒരു എറർ വരുന്നതായിരിക്കും. സോ ഇതിന് മുകളിൽ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം കോൺസ്റ്റൻറ്റ് വേരിയബിൾ കനോട്ട് ബി അസൈൻഡ് എ വാല്യൂ. ഓക്കെ, നമുക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ num2 ആണെങ്കിൽ num2 നമ്മൾ ഒരു 50 കൊടുക്കാൻ ശ്രമിച്ചാൽ നമുക്കിതുപോലെ num2ന് ഇവിടെ ഒരു എറർ വരുന്നതായിരിക്കും. കോൺസ്റ്റൻറ്റ് വേരിയബിൾ കനോട്ട് ബി അസൈൻഡ് എ വാല്യൂ. ഓക്കെ, സോ നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റൻറ്റ് വേരിയബിളിനെ നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് അല്ല, ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഫൈനലാണ്. ഫൈനൽ. സോ ഇങ്ങനെ നമ്മൾ കോൺസ്റ്റൻ്റ് ഉപയോഗിച്ചും ഫൈനൽ ഉപയോഗിച്ചും വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്ത് അഥവാ വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നീട് അത് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതിനെയാണ് നമ്മൾ ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്റ്റ് അഥവാ കോൺസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ പിന്നെ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്മൾ കോൺസ്റ്റൻറ്റിൽ വരുന്നു. കോൺസ്റ്റൻറ്റിൽ വന്നതിന് ശേഷം നമ്മൾ num1 നമ്മൾ 20 കൊടുക്കാൻ ശ്രമിച്ചാൽ നോർമലി നമുക്കിവിടെ എറർ വരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഫൈനലിൽ വരുന്നു. ഫൈനൽ നമ്മൾ ആദ്യം വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളിതിൽ num2 60 എന്ന് അസൈൻ ചെയ്യുന്നു. സോ ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇനി നമ്മൾ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ num2, സോ നമുക്ക് ആ വേരിയബിളിലെ വാല്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ നമുക്കിവിടെ 60 ലഭിക്കുന്നതായിരിക്കും. സോ ഫൈനൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഡിക്ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു തവണ അസൈൻ ചെയ്യാം. ഇനി നമ്മൾ ഇതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാൻ നോക്കിയാൽ num2 = 10 എന്ന് കൊടുക്കാൻ നോക്കിയാൽ നമുക്കിവിടെ എറർ വരുന്നതായിരിക്കും. ഫൈനൽ വേരിയബിൾ num2 ക്യാൻ only be set once. ഒരു തവണ മാത്രമേ നമുക്കതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഫൈനൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു തവണ മാത്രമേ വാല്യൂ അസൈൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ വാല്യൂ അസൈൻ ചെയ്യണം. ഉദാഹരണമായി നമ്മളിവിടെ കോൺസ്റ്റൻറ്റ് num1 എന്ന് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എറർ ലഭിക്കുന്നതായിരിക്കും. സോ കോൺസ്റ്റൻറ്റ് മസ്റ്റ് ബി ഇനീഷ്യലൈസ്ഡ്, അതായത് നമുക്ക് ഇത് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിലോട്ട് വാല്യൂ അസൈൻ ചെയ്യണം. സോ നമ്മളിവിടെ num1 = 10 എന്ന് കൊടുക്കുന്നു. സോ ഈ രീതിയിൽ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കോൺസ്റ്റൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ വാല്യൂ അസൈൻ ചെയ്യണം. ഫൈനലാണെങ്കിൽ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്ത ശേഷം നമുക്ക് റൺ ടൈമിൽ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്തും ഇതിലോട്ട് വാല്യൂ ഒരു തവണ നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം പിന്നെ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. സോ ഇതാണ് കോൺസ്റ്റൻറ്റും ഫൈനലും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഡാർട്ട് കോൺസ്റ്റൻ്റ് ആണ്. ഒരിക്കൽ അതിൽ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതായത് ഇമ്മ്യൂട്ടബിൾ ഒബ്ജക്റ്റ് ആണ്. സോ അതിന് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം നമ്മൾ പഠിച്ചു. ഇത്തരത്തിൽ നമുക്ക് ഡാർട്ട് കോൺസ്റ്റൻറ്റ് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാം.